ഹലോ, ഇവിടെ ഇപ്പോൾ രാവിലെ 6 മണി കഴിഞ്ഞു കേട്ടോ. ഞാൻ ദേ ഇവിടെ ഹസ്ബൻഡിനുള്ള ലഞ്ച് ബാഗ് പ്രിപ്പയർ ചെയ്യുവാണ്. പുള്ളിക്ക് ഇന്ന് ഞാനൊരു ചിക്കൻ ഫൈറ്റ പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തു വിടുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു സാൻഡ്വിച്ചും കൂടെ ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ നിന്ന് 6:30 ആകുമ്പോൾ പോകണം. അപ്പോൾ അതേ 6:30 ആറായപ്പോൾ നമ്മുടെ ലഞ്ചും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ഓഫീസിലേക്ക് വീട്ടിൽ നിന്നൊരു 1 hour ഡ്രൈവ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെയും വന്നിട്ട് ഒരു 1 hour കിടന്നുറങ്ങിയിട്ടാണ് കേട്ടോ എണീറ്റ്. അപ്പോൾ ഞാൻ എണീറ്റതിന് ശേഷം പിന്നെ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. എനിക്കും ഒരു സാൻഡ്വിച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കൊരു പീനട്ട് ബട്ടർ ബനാന സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാനൊരു മലയാളം മൂവി ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. കാര്യം ബിക്കോസ് ഐ ലവ് ടു വാച്ച് മലയാളം മൂവീസ്, അതും പഴയ മൂവീസ് വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പീനട്ട് ബട്ടറൊക്കെ നമ്മുടെ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ബനാന സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും വീണ്ടും ഒന്ന് മറ്റേ ബ്രെഡും കൂടെ വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അതിന് ഒരു ചെറിയൊരു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഫിയും കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഐസ്ഡ് കോഫിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ ഓൾവേസ് കോൾഡ് കോഫിയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കോൾഡ് ബ്രൂ കോഫി എടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും അതേപോലെ തന്നെ ഒരു ഹാഫ് ആൻഡ് ഹാഫും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല തണുപ്പായതുകൊണ്ടാണ് ഞാൻ പിന്നെ പ്രത്യേകിച്ച് അതിനകത്തേക്ക് ഐസ് ഇടാഞ്ഞത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. എനിക്ക് കുറച്ച് ഗാർഡനിങ് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് പോയത് ഞാൻ ശരിക്കും ഡോളർ ട്രീയിലേക്കാണ്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഈ ഒരു അക്വേറിയം സൂപ്പർ സെൻറ്റർ എന്നും പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കയറിയിട്ട് കുറേ പെറ്റ്സൊക്കെ അവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ക്യൂട്ടായിട്ടുള്ള റാബിറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ കണ്ട് അതിനുശേഷം പിന്നെ അവിടെ കുറേ ഈ ഫിഷസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ കണ്ട് കുറച്ചേരം എൻജോയ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അവിടെ നിന്നൊന്നും മേടിച്ചില്ല കേട്ടോ, ജസ്റ്റ് കാണാൻ വേണ്ടി കയറിയതാണ്. അതിനുശേഷം പിന്നെ ഞാൻ നമ്മുടെ ഡെസ്റ്റിനേഷനായ ഡോളർ ട്രീയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഡോളർ ട്രീയിൽ നമ്മുടെ കുറേ സമ്മർ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. സമ്മർ സ്പ്രിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ വന്നത് കുറച്ച് ഗാർഡനിങ് ടൂൾസ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു കുറച്ച് ബീറ്റ്റൂട്ടിൻ്റെയും അതേപോലെ കോളിഫ്ലവറിൻ്റെയൊക്കെ സീഡ്സും കൂടെ മേടിച്ചായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ നിന്ന് വന്നതിന് ശേഷം എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ടൂടെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവറും കൂടെ ഉണ്ടായിരുന്നുള്ള അപ്പോയിൻമെൻറ്റിലേക്ക്. പിന്നെ ഇവിടെ നിന്ന് ഞാൻ പിന്നെ അങ്ങോട്ട് വീഡിയോസൊന്നും ഷൂട്ട് ചെയ്ത് കാര്യം എൻ്റെ ഫോണിൻ്റെ ചാർജ് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ കൂടെ കാണാം. ബൈ.